ദ ഓൾ ന്യൂ ഹ്യുണ്ടായി ക്രെറ്റ ഈസ് ഹിയർ. അങ്ങനെ ഏറ്റവും പുതിയ ഹ്യുണ്ടായി ക്രെറ്റ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. മിഡ് സൈസ് SUV സെഗ്മെന്റ് പെടുന്ന ഹ്യുണ്ടായി ക്രെറ്റ ഏറ്റവും കൂടുതൽ മത്സരിക്കുന്നത് കിയ സെൽറ്റോസ്, ഫോക്സ് വാഗൺ ടൈഗൂൺ, മാരുതി സുസുക്കി ഗ്രാൻഡ് വിറ്റാര, ടൊയോട്ട ഹൈറൈഡർ, ഹോണ്ട എലവേറ്റ്, MG ആസ്റ്റർ, സ്കോഡ കുഷാക് എന്നുള്ള ബ്രാൻഡുകളോടാണ്. ഹ്യുണ്ടായി എന്ന വാഹന നിർമ്മാണ കമ്പനിക്ക് അവരുടെ പോപ്പുലാരിറ്റിയും അതുപോലെ തന്നെ സെയിൽസ് ഫിഗേഴ്സും കൂട്ടുന്നതിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് ക്രെറ്റ എന്ന് പറയുന്നത്. 2024 സെക്കൻഡ് ജനറേഷൻ ഫേസ് ലിഫ്റ്റിക്ക് വരുന്ന സമയത്ത് ഒരുപാട് പുതിയ ഡിസൈൻ എലമെന്റ്സുകളും പുതിയൊരു എഞ്ചിൻ ഓപ്ഷനും അതുപോലെ തന്നെ സെഗ്മെന്റ് ബെസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സും കൊടുത്തുകൊണ്ടാണ് ഹ്യുണ്ടായി പുതിയ ക്രെറ്റയെ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മൾ ഈ വീഡിയോയുടെ പരിചയപ്പെടാൻ ആഗ്രഹിക്കുന്നത് ഏറ്റവും പുതിയ ഹ്യുണ്ടായി ക്രെറ്റയുടെ ബേസ് മോഡൽ ആയിട്ടുള്ള എന്നുള്ള വേരിയന്റിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ആണ്. EX, S ഓപ്ഷണൽ, SX ടെക്, SX ഓപ്ഷൻ എന്നുള്ള 7 വേരിയന്റ് ക്ലാസിഫിക്കേഷനോടുകൂടിയാണ് ഏറ്റവും പുതിയ ക്രെറ്റയെ ഹ്യുണ്ടായി അവതരിപ്പിച്ചിട്ടുള്ളത്. ബേസ് മോഡൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 2 എഞ്ചിൻ ഓപ്ഷൻസ് ആണ്. 1.5 ലിറ്റർ ആയിട്ടുള്ള നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനും 1.5 ലിറ്റർ ആയിട്ടുള്ള ഡീസൽ എഞ്ചിനും ആണ്. അതിന് പെയർ ചെയ്തിട്ടുള്ളത് 6 സ്പീഡ് ആയിട്ടുള്ള മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. ചുരുക്കി പറഞ്ഞാൽ മാനുവൽ ട്രാൻസ്മിഷൻ മാത്രമുള്ള ഒരു വേരിയന്റ് ആണ് എന്ന് പറഞ്ഞ ഈ ഒരു വേരിയന്റ് എന്ന് പറയുന്നത്. ഇതിന് നമുക്ക് ഓട്ടോമാറ്റിക് വേരിയന്റോ അതുപോലെ തന്നെ പുതിയ ക്രെറ്റയിൽ അവൈലബിൾ ആയിട്ടുള്ള ടെർബോ പെട്രോൾ എഞ്ചിനോ ഇതിനകത്ത് നമുക്ക് അവൈലബിൾ അല്ല. ടെർബോ പെട്രോൾ എന്നുള്ള പുതിയ എഞ്ചിൻ നമുക്ക് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ക്രെറ്റയുടെ ഏറ്റവും ടോപ്പ് മോഡൽ ആയിട്ടുള്ള SX ഓപ്ഷൻ എന്നുള്ള വേരിയന്റ് ചൂസ് ചെയ്യേണ്ടി വരും. നിലവിൽ നമുക്ക് 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനുള്ള 1.5 ലിറ്റർ ആയിട്ടുള്ള പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 1.5 ലിറ്റർ ആയിട്ടുള്ള നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോളിലേക്ക് വരുന്ന സമയത്ത് 17.4 കിലോമീറ്റർ പെർ ലിറ്റർ ആണ് ഇതിന്റെ ക്ലെയിംഡ് ആയിട്ടുള്ള ഫ്യൂൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്. 1.5 ലിറ്റർ ആയിട്ടുള്ള 4 സിലിണ്ടർ U2 സീരീസിലുള്ള ഡീസൽ എഞ്ചിലേക്ക് വരുന്ന സമയത്ത് 21.8 കിലോമീറ്റർ പെർ ലിറ്റർ എന്നുള്ള ക്ലാസ് ലീഡിംഗ് ആയിട്ടുള്ള മൈലേജ് ആണ് ഈ ഒരു ഡീസൽ എഞ്ചിനിലൂടെ ക്രെറ്റ ഓഫർ ചെയ്യുന്നത്. സോ ഇതൊക്കെയാണ് ഇതിന്റെ എഞ്ചിൻ ട്രാൻസ്മിഷൻസും ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഒരു പക്ഷേ ഹ്യുണ്ടായി ക്രെറ്റയ്ക്ക് ഏറ്റവും കൂടുതൽ ബുക്കിംഗ്സിനും അതുപോലെ തന്നെ സെയിൽസും സംഭവിക്കാൻ ചാൻസ് ഉള്ള ഒരു വേരിയന്റ് ആണ് ബേസ് വേരിയന്റ് ആയിട്ടുള്ള എന്ന് പറയുന്ന വേരിയന്റ് എന്ന് പറയുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഓഫർ ചെയ്യുന്ന ഫീച്ചേഴ്സും അതുപോലെ തന്നെ അതിന്റെ പ്രൈസ് ബ്രാക്കറ്റും ആണ്. ഇതിന്റെ ഫീച്ചേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ബേസ് മോഡലിൽ കാണാത്ത പല ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു ക്രെറ്റയുടെ ബേസ് മോഡലിൽ നമുക്ക് കാണാൻ പറ്റും. ഏകദേശം 18ഓളം വരുന്ന ഫീച്ചേഴ്സ് ആണ് നമുക്ക് കോമൺ ആയിട്ട് എല്ലാ വേരിയൻസിലും ബേസ് ടു ടോപ്പ് വരെ ഹ്യുണ്ടായി ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ആ ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെഡ് ലാമ്പ് എസ്കോർട്ട് ഫംഗ്ഷൻ വരുന്നുണ്ട്, ഫ്രണ്ട് ആൻഡ് റിയർ സ്കിഡ് പ്ലേറ്റുകൾ വരുന്നുണ്ട്, ലൈറ്റ്നിങ് ആർച്ച് സി പില്ലർ, LED ഹൈമൗണ്ട് സ്റ്റോപ്പ് ലാമ്പ്, റിയർ ഹൊറിസോൺ LED ലാമ്പ്, ബോഡി കളേർഡ് ORVMs, അഡ്ജസ്റ്റബിൾ റിയർ ഹെഡ് റെസ്റ്റ്, ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റ്, ഡോർ സ്കപ്പ് ഫ്ലൈറ്റ്സ്, 60/40 സ്പ്ലിറ്റ് സീറ്റ്, 2 സ്റ്റെപ്പ് റിയർ റിക്ലൈനിങ് സീറ്റ്, ഫ്രണ്ട് ആംറസ്റ്റ് വിത്ത് സ്റ്റോറേജ് സ്പേസ്, റിയർ സെൻറ്റർ ആംറസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡേഴ്സ്, റിയർ AC വെന്റ്, ഫ്രണ്ട് ആൻഡ് റിയർ ടൈപ്പ് C ചാർജിംഗ് സോക്കറ്റ്, ടിൽറ്റബിൾ ആൻഡ് ടെലസ്കോപ്പിക് ഫംഗ്ഷൻ സ്റ്റിയറിംഗ് വീൽ, ഓൾ ഡോർ പവർ വിൻഡോസ്, ഐഡിൽ സ്റ്റോപ്പ് ആൻഡ് ഗോ. ഇങ്ങനെ 18ഓളം വരുന്ന ഫീച്ചേഴ്സ് ബേസ് വേരിയന്റ് തൊട്ട് ടോപ്പ് മോഡൽ വരെ വരുന്നുണ്ട്. അത് കൂടാതെ 20ഓളം വരുന്ന സേഫ്റ്റി ഫീച്ചേഴ്സും നമുക്ക് കിട്ടുന്നുണ്ട്. അതിൽ പെടുന്ന ചില ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 എയർ ബാഗ് വരുന്നുണ്ട്, ABS വിത്ത് EBD, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെന്റ്, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് കൺട്രോൾ, TPMS വരുന്നുണ്ട്, റിയർ ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്, ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഡ്രൈവർ സീറ്റ് ബെൽറ്റ്, എമർജൻസി സ്റ്റോപ്പ് സിഗ്നൽ, ഐസോഫിസ് ചൈൽഡ് സീറ്റ് മൗണ്ട്. ഇങ്ങനെ 20ഓളം വരുന്ന സേഫ്റ്റി ഫീച്ചേഴ്സ് നമുക്ക് കോമൺ ആയിട്ട് എല്ലാ വേരിയൻസും നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇതിന്റെ പ്രൈസ് സെഗ്മെന്റ് ആണ്. പ്രൈസ് സെഗ്മെന്റ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു പെട്രോൾ ആൻഡ് ഡീസൽ മോഡലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പെട്രോൾ മോഡലിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 13,26,000 രൂപയാണ് വരുന്ന ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഡീസൽ എഞ്ചിന് വരുന്ന ഓൺ റോഡ് പ്രൈസ് 15 ലക്ഷമാണ്. അപ്പോൾ ഡീസലും പെട്രോളും തമ്മിലുള്ള മേജർ ആയിട്ടുള്ള ഓൺ റോഡ് പ്രൈസിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 1,74,000 രൂപ വരുന്ന ഡിഫറൻസ് ആണ്. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഓൺ റോഡ് പ്രൈസ് എല്ലാം തന്നെ ഇതിന്റെ എക്സ്റ്റൻഡഡ് വാറണ്ടി ഇല്ലാത്ത റേറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. സ്റ്റാൻഡേർഡ് ആയിട്ട് ഹ്യുണ്ടായി ക്രെറ്റയിൽ കൊടുത്തിട്ടുള്ളത് 3 ഇയർ അല്ലെങ്കിൽ അൺലിമിറ്റഡ് കിലോമീറ്റർ എന്നുള്ള വാറണ്ടിയാണ്. ഇത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം, 4th 5th ഇയർ ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്യാം. ആ ഒരു എക്സ്റ്റൻഡ് വാറണ്ടി ഇൻക്ലൂഡഡ് അല്ലാത്ത റേറ്റ് ആണ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ബേസിക്കലി ഹ്യുണ്ടായി ക്രെറ്റ ലോഞ്ച് ചെയ്തിട്ടുള്ളത് 13 ലക്ഷം മുതൽ 25 ലക്ഷം രൂപ വരുന്ന ഒരു പ്രൈസ് ബ്രാക്കറ്റിലാണ്. എന്നിട്ട് ഏറ്റവും ടോപ്പ് മോഡൽ വരുന്ന ഓൺ റോഡ് പ്രൈസ് ആണ് 25 lakhs എന്ന് പറയുന്നത്. പുതിയ ക്രെറ്റയുടെ എക്സ്റ്റീരിയർ അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കുറച്ചുകൂടി ബോക്സി ആയിട്ടുള്ള ഒരു സ്റ്റൈലിലാണ്. ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് DRL പോലെ തോന്നിക്കുന്ന ഒരു ലൈറ്റ് സ്ട്രിപ്പ് കാണാൻ പറ്റും. അത് DRL അല്ല, ആക്ച്വലി അതൊരു പാർക്ക് ലൈറ്റ് പോലെ വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ കുറച്ച് സെൻട്രൽ ആയിട്ടാണ് ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ടോപ്പ് മോഡലിലേക്ക് പോകുന്ന സമയത്ത് സീക്വൻഷ്യൽ ഫംഗ്ഷനും അതുപോലെ തന്നെ കണക്റ്റിംഗ് ഫംഗ്ഷനൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. പക്ഷേ ബേസ് മോഡൽ ആയതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഫംഗ്ഷൻസ് ഒന്നും ഇതിനകത്ത് അവൈലബിൾ അല്ല. പിന്നെ ഗ്രില്ലിലേക്ക് വരുന്ന സമയത്ത് ഒരു നോർമൽ പ്ലാസ്റ്റിക് ക്ലാഡിംഗ് ആയിട്ടുള്ള ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ നടുക്കായിട്ടാണ് ഹ്യുണ്ടായുടെ ലോഗോ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ടോപ്പ് മോഡലിലേക്ക് പോകുന്ന സമയത്ത് കുറച്ചുകൂടി ഗ്ലോസി ഫിനിഷ് ഇതിന്റെ ലോഗോന് സംഭവിക്കുന്നുണ്ട്. ബേസ് മോഡൽ ആയതുകൊണ്ട്
പ്ലെയിൻ ആയിട്ടുള്ള ഒരു ലോഗോ ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. താഴെയായിട്ട് നമുക്ക് വലിയ എയർ ഡാം ഒക്കെ കാണാൻ പറ്റും. അതിന് ചുറ്റുമായിട്ട് ഗൺമെറ്റൽ ഫിനിഷുള്ള ഒരു സ്കിറ്റ് പ്ലേറ്റും കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പുറകിലും കാണാൻ പറ്റും. ഹെഡ്ലാമ്പ് യൂണിറ്റിക്ക് വരുന്ന സമയത്ത് ഒരു ഹാലജൻ ആയിട്ടുള്ള പ്രൊജക്ട് സെറ്റപ്പിലുള്ള ഹെഡ്ലാമ്പാണ് കൊടുത്തിട്ടുള്ളത്. സൈഡ് പ്രൊഫൈലിലേക്ക് പോകുന്ന സമയത്ത് വീലാർച്ച് ക്ലാഡിങ്ങിന്റെ തൊട്ട് മുകളിലായിട്ടാണ് ഇൻഡിക്കേറ്റേഴ്സ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ORVM യൂണിറ്റ് കംപ്ലീറ്റ്ലി മാനുവലി ഓപ്പറേറ്റഡ് ആയിട്ടുള്ള യൂണിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ടയർ പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് 205/65 പ്രൊഫൈൽ വരുന്ന 16 ഇഞ്ചിന്റെ ടയേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ സെയിം പ്രൊഫൈൽ തന്നെയാണ് നമുക്ക് S എന്നുള്ള വേരിയന്റ് വരെ കിട്ടുന്നത്. ഹാൻഡിൽസ് എല്ലാം തന്നെ ബോഡി കളർ ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ക്രെറ്റയുടെ സൈഡ് പ്രൊഫൈലിലേക്ക് നോക്കുന്ന സമയത്ത് പഴയ ക്രെറ്റയുമായിട്ട് ഒരുപാട് സിമിലാരിറ്റീസ് നമുക്ക് കാണാൻ പറ്റും. ബാക്ക് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒരു കണക്റ്റിംഗ് ആയിട്ടുള്ള ഒരു LED സ്ട്രിപ്പ് കാണാൻ പറ്റും. അതിന് തൊട്ട് താഴെയായിട്ടാണ് അതിന്റെ ഇൻഡിക്കേറ്റേഴ്സും ബ്രേക്ക് ലൈറ്റും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. റിവേഴ്സ് പാർക്കിംഗ് ലൈറ്റ് സ്കിറ്റ് പ്ലേറ്റിന്റെ നടുക്കായിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ലോഗോ ആണെങ്കിൽ പോലും ആ ഒരു ടെയിൽ യൂണിറ്റിന്റെ അകത്ത് പ്ലേസ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ക്രെറ്റ എന്നുള്ള ഒറ്റ ബാഡ്ജിങ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. താഴ്ഭാഗത്തായിട്ട് നമുക്ക് ബമ്പറിൽ 2 റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബേസ് മോഡൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് റിയർ ഡീഫോക്കസോ വൈപ്പേഴ്സോ വാഷേഴ്സോ ഒന്നും അവൈലബിൾ അല്ല. പക്ഷേ ഹൈ മൗണ്ടഡ് ആയിട്ടുള്ള ഒരു സ്റ്റോപ്പ് ലാമ്പ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് അകത്തേക്ക് ഒന്ന് പോയി നോക്കാം. അകത്ത് ബേസ് മോഡൽ എന്തൊക്കെ ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ക്രെറ്റയുടെ ബേസ് മോഡലിൽ ബാക്ക് സീറ്റിലിരിക്കുന്നത്. ബാക്ക് സീറ്റിലിരിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യം വെച്ചാൽ ഇതിന്റെ തൈ സപ്പോർട്ടും ലെഗ് റൂമും ഷോൾഡർ സ്പേസ് ഒക്കെയാണ്. അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിട്ടുന്ന രീതിയിലാണ് ഹ്യുണ്ടായി ക്രെറ്റയിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ തൈ സപ്പോർട്ടിന്റെ കാര്യം പറയുന്നത് പ്രീവിയസ് മോഡൽ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ കുഷനിങ് കുറച്ചൊന്ന് ഫ്രണ്ടിലേക്ക് ആക്കിയിട്ടുണ്ട്. തൈ സപ്പോർട്ട് കുറച്ചും കൂടുതൽ കിട്ടാൻ അതിന്റെ ബെനിഫിറ്റ് നമുക്ക് ബാക്കിലേക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ബേസിക്കലി ഹ്യുണ്ടായി ക്രെറ്റയുടെ തീം അല്ലെങ്കിൽ ഇന്റീരിയർ തീം അറേഞ്ച് ചെയ്തിട്ടുള്ളത് വൈറ്റ് പ്ലസ് ഗ്രേ തീമിലാണ്. അത് നമുക്ക് സീറ്റുകളിലും അതുപോലെ തന്നെ ഡോർ പാനലിലും ഡാഷ്ബോർഡിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ സീറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ ബേസ് മോഡലായിട്ട് പോലും ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ വെച്ചാൽ നമുക്കൊരു ആംറസ്റ്റ് ആണ്. കപ്പ് ഹോൾഡേഴ്സ് അടക്കമുള്ള ഫീച്ചേഴ്സ് വരുന്ന ഒരു ആംറസ്റ്റ് ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 2 പാസഞ്ചേഴ്സിനുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. പിന്നെ 3 പാസഞ്ചേഴ്സിനുള്ള ഒരു സീറ്റ് ബെൽറ്റിന്റെ പ്രൊവിഷൻസും കൊടുത്തിട്ടുണ്ട്. അഡീഷണൽ ആയിട്ട് കിട്ടുന്ന ഫീച്ചേഴ്സ് നമുക്ക് 2 വേ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു സീറ്റിന്റെ പ്രൊവിഷൻസ് ഇവിടെ വരുന്നുണ്ട്. കൺട്രോൾസ് നമുക്ക് ഈ ഒരു ഭാഗത്താണ് വരുന്നത്. പിന്നെ 60/40 സ്പ്ലിറ്റ് സീറ്റ് പ്രൊവിഷൻ വരുന്നുണ്ട്. പിന്നെ ഐസോഫിക്സ് സ്റ്റൈലിൽ സീറ്റ് മൗണ്ട് ചെയ്യാനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. സീറ്റിന്റെ കാര്യത്തിൽ നമുക്ക് ഒരിക്കലും ഒരു കുറവും പറയാൻ പറ്റില്ല. അത്രയധികം ഫീച്ചേഴ്സാണ് ബേസ് മോഡലായിട്ട് പോലും കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ബാക്കിലെ പാസഞ്ചേഴ്സിന് നമുക്ക് റിയർ AC വെന്റുകൾ കൊടുത്തിട്ടുണ്ട്. ആ റിയർ AC വെന്റ് അറേഞ്ച് ചെയ്തത് പോലും ഒരു അപ്പ് മാർക്കറ്റ് ഫീൽ പോലെയാണ്. കാരണം ഇതിനകത്ത് നമുക്ക് ചെറിയൊരു ഒരു ബ്രഷ്ഡ് അലുമിനിയം ഇൻസേർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബ്ലോവർ കൺട്രോൾസ് ഒക്കെ തന്നെ അവിടെ തന്നെയാണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഫീൽ നമുക്ക് അത് ടച്ച് ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ബാക്കിലെ പാസഞ്ചേഴ്സിനുള്ള 2 Type-C പോർട്ടുകൾ വരുന്നുണ്ട്. മൊബൈലിലേക്കുള്ള ചെറിയ സ്പേസും കൊടുത്തിട്ടുണ്ട്. താഴെ ടണൽ വളരെ മിനിമലാണ്. അതുകൊണ്ട് നമുക്ക് നടുക്കൊരാളിരിക്കുന്ന സമയത്ത് അതൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ ചാൻസ് ഇല്ല. പിന്നെ ഡോർ പാനലിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കളർ പാറ്റേൺ ഇവിടെയും ഫോളോ ചെയ്യുന്നുണ്ട്. ഇവിടെ ഉള്ള ഒരു ഫിനിഷ് ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. അതൊരു ചീപ്പ് ക്വാളിറ്റി പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഓൾ ഡോർ പവർ വിൻഡോസ് വരുന്നതിന് കൺട്രോൾസ് വരുന്നുണ്ട്. ഇവിടെയൊക്കെ നമുക്കൊരു പ്ലാസ്റ്റിക് ഫിനിഷാണ് വരുന്നത്. വേറെ ക്ലോത്ത് ഫിനിഷോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ഇവിടെ നമുക്ക് ബോട്ടിൽ ഹോൾഡർ വരുന്നുണ്ട്. ഇതൊക്കെ ഡമ്മി പീസ് ആണ്. ഇവിടെ സ്പീക്കറൊന്നും വരുന്നില്ല. പിന്നെ നമുക്ക് സീറ്റിന്റെ പോക്കറ്റുകൾ ആദ്യം പറയുകയാണെങ്കിൽ ഇവിടെ പോക്കറ്റ് വരുന്നില്ല. ഇവിടെ നമുക്കൊരു പോക്കറ്റ് വരുന്നുണ്ട്. നമുക്ക് റൂഫ് ലാമ്പ് ആയിട്ട് ഒരൊറ്റ ലാമ്പ് മാത്രമേ വരുന്നുള്ളൂ. ഫ്രണ്ടിൽ പോലും നമുക്കൊരു ലാമ്പ് വരുന്നില്ല. പിന്നെ ഇവിടെ നമുക്കൊരു സ്പ്രിംഗ് ലോഡ് ആയിട്ട് ഗ്രാബ് ഹാൻഡ് വരുന്നുണ്ട്. ഇവിടെ വേറെ ഹുക്കൊന്നും കൊടുത്തിട്ടില്ല. അതൊക്കെ ഭയങ്കര പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഭയങ്കര ഒരു നമുക്ക് ആവശ്യം വേണ്ട ഒരുപാട് ഫീച്ചേഴ്സ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു ബാക്ക് പ്രൊഫൈലാണ് ഹ്യുണ്ടായി ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്രണ്ടിൽ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉള്ളത് നമുക്ക് നോക്കാം. ക്രെറ്റയുടെ ബേസ് മോഡലിലേക്ക് വരുന്ന സമയത്തുള്ള മേജർ ആയിട്ടുള്ള മിസ്സിങ് അല്ലെങ്കിൽ കുറവെന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്ത് മ്യൂസിക് സിസ്റ്റം വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് വളരെ പ്ലെയിൻ ആണ്. വേറെ കാര്യങ്ങളൊന്നും വരുന്നില്ല. സ്പീക്കേഴ്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിനകത്ത് അവൈലബിൾ അല്ല. പ്ലെയിൻ ആയിട്ടുള്ള ഒരു സെൻട്രൽ ടണലാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഡോർ പാനലിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഓൾ ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട്. അതിൻ്റെ കൺട്രോൾസ് എല്ലാം വരുന്നത്. പിന്നെ ഇവിടെയുള്ള ഈ ഒരു കാര്യങ്ങളൊക്കെ നോർമൽ ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ORVMസിൻ്റെ കൺട്രോൾസ് നമുക്ക് ഇതുപോലെ തന്നെ നോബ് ലൈക്ക് ഫീലാണ് വരുന്നത്. മാനുവലായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് താഴെ ഒരു ബോട്ടിൽ ഹോൾഡർ വരുന്നുണ്ട്. വേറെ ഒരു ഫയൽ വയ്ക്കാനുള്ള ചെറിയൊരു സ്പേസ് മാത്രമേ വരുന്നുള്ളൂ. അത്യാവശ്യം ഡീപ്പായിട്ടുള്ളൊന്നുമല്ല, ഒരു ചെറിയൊരു സ്പേസ് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡ്യുവൽ ടോണിലാണ് ഒരു വൈറ്റ് പ്ലസ് ഗ്രേ തീമിലാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് ഐഡിൽ സ്റ്റോപ്പ് ആൻഡ് ഗോ എന്നുള്ള ഫംഗ്ഷൻ എല്ലാ വേരിയൻസിലും വരുന്നുണ്ട്. അതിൻ്റെ ഒരു കൺട്രോൾസ് വരാനുള്ളത് ഇവിടെ അമർത്തുന്ന സമയത്ത് നമുക്കൊരു ഓറഞ്ച് ലൈറ്റ് കാണിക്കും. അത് ക്ലസ്റ്ററിൽ വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ആ ഒരു A എന്നുള്ളൊരു ഇത് കാണിക്കും. പിന്നെ ട്രാക്ഷൻ്റെ സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ അതുപോലെ ക്ലസ്റ്ററിനകത്ത് നമുക്ക് ട്രാക്ഷൻ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐക്കൺ കാണിക്കും.
അതുപോലെ ട്രാക്ഷൻ ആൻഡ് സ്റ്റെബിലിറ്റി കൺട്രോൾ ലിമിറ്റഡ് എന്ന് കാണിക്കും. പിന്നെ നമുക്ക് ഹെഡ് ലാമ്പിൻ്റെ കൺട്രോൾസ് എല്ലാം വരുന്നുണ്ട്. വേറെ ഇവിടെ പിന്നെ സ്റ്റോറേജ് യൂണിറ്റ് ഒന്നും വരുന്നില്ല. താഴേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു ഡെഡ് പേൾ വരുന്നുണ്ട്. പെഡൽസ് ഒക്കെ നോർമലാണ്. പിന്നെ നമുക്ക് സ്റ്റീറിംഗ് വീലിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എല്ലാ വേരിയൻസിലും കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു ഫീച്ചറാണ് ടിൽറ്റബിൾ ആൻഡ് ടെലിസ്കോപ്പിക് ഫീച്ചർ വരുന്ന ഒരു പിന്നെ സ്റ്റീറിംഗ് വീൽ എന്ന് പറയുന്നത്. ഹ്യുണ്ടായുടെ മുമ്പത്തെ ക്രെറ്റയിൽ കണ്ടിട്ടുള്ള സിമിലർ ആയിട്ടുള്ള ഒരു യൂണിറ്റാണ് വരുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും അതിനകത്ത് നമുക്കൊരു സിൽവർ ഇൻസേർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. കുറച്ചൊരു പ്രീമിയം ഫീൽ നമുക്കത് ടച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ക്ലസ്റ്ററിൻ്റെ കൺട്രോൾസ് വരുന്നത് ഈ ഒരു ഭാഗത്താണ് വരുന്നത്. അത് ഇതൊരു ടോഗിൾ ബട്ടൺ ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ക്ലസ്റ്ററിൻ്റെ കാര്യം പറയുമ്പോൾ ഫുള്ളി ഡിജിറ്റൽ ആയിട്ട് ക്ലസ്റ്ററാണ് വരുന്നത്. ഇത് നമുക്ക് സെൽട്ടോസിൽ കണ്ടിട്ടുള്ള സിമിലർ ആയിട്ടുള്ള യൂണിറ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെറ്റിംഗ്സിലൊക്കെ പോകണമെങ്കിൽ ഈ ഒരു ബട്ടൺ അമർത്തിയിട്ടാണ് ഇതൊക്കെ ചെയ്യുക. ബട്ട് TPMS ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ആ TPMS ആണ് കാണുന്നത്. അപ്പോൾ വണ്ടി ഓടിച്ചാലേ കാണാൻ പറ്റുള്ളൂ. ഇതിലിപ്പോൾ നമുക്ക് ഏതെങ്കിലും ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ ഡോർ ഓപ്പൺ ആയിട്ടുള്ളൊരു ഗ്രാഫിക്സ് ഇത് കാണിക്കും. പിന്നെ ഇത് ഓണായി വരുന്നതിൻ്റെ ഒരു ഇത് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ കീ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഗ്രാഫിക്സ് ഇത് കാണിക്കുക. ഒരു പിന്നെ ക്രെറ്റയുടെ ഒരു ചെറിയൊരു ഗ്രാഫിക്സ് എഴുതി കാണിച്ചിട്ടാണ് കാണിക്കുക. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു സെൻട്രൽ ടണ്ണിലേക്ക് വരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഒന്നും ഉണ്ടാവില്ല, ബ്ലാങ്ക് ആണ്. അത് നമുക്ക് ആക്സസറീസിന് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു AC യൂണിറ്റിലേക്ക് വരുന്ന സമയത്ത് ഫുള്ളി മാനുവൽ ആയിട്ടുള്ള കൺട്രോൾസ് വരുന്ന AC യൂണിറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു ഹസാർഡ് ലൈറ്റിൻ്റെ സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗമൊക്കെ തന്നെ ഒരു മാറ്റ് ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു Type C ആയിട്ടുള്ള ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ചാർജിങ് സോക്കറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ മൊബൈലൊക്കെ വയ്ക്കാനുള്ള ഒരു ചെറിയ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ചെറിയ ഗ്രിപ്പ് പോലെ ഒരു ഫീലിംഗ് കൊടുത്തിട്ടുണ്ട്. മൊബൈൽ വയ്ക്കാനുള്ള വേറൊരു സ്പേസ് ഇവിടെയാണ്. ഇവിടെ ഒരു ചെറിയൊരു ഗ്രിപ്പ് പോലെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വൈറ്റ് ഗ്രേ പാറ്റേൺസിലാണ് വരുന്നത്. പിന്നെ പല ഭാഗത്തായിട്ട് നമുക്കൊരു ബ്രഷ്ഡ് അലുമിനിയം ഫീലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗിയർനോമിക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം ഒരു പ്രീമിയം ആയിട്ടുള്ള രീതി തന്നെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു ക്ലോത്ത് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ചുറ്റിയായിട്ടൊരു അലുമിനിയം ഒരു ഫിനിഷ് ആയിട്ടുള്ള ഒരു ഫ്രെയിമും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് എല്ലാ വേരിയൻസിലും കോമൺ ആയിട്ട് കിട്ടുന്ന ഫീച്ചറാണ് ഈ കാണുന്ന ഒരു പിന്നെ ആംറസ്റ്റ് എന്ന് പറയുന്നത്. അതിനകത്തൊരു ഡീപ്പായിട്ടുള്ളൊരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റോറേജ് സ്പേസ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഉള്ളൊരു ക്ലോ ബോക്സ് ആണ്. അതും അത്യാവശ്യം ഒരു നീറ്റായിട്ടുള്ള കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മൊബൈലിലേക്കുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആ ഒരു AC-ൻ്റെ ഒരു ഡിസൈനിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു ചെറിയൊരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ളൊരു ഡിസൈൻ പാറ്റേൺ ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. അതിന് നടുക്കായിട്ടൊരു ബ്രഷ്ഡ് അലുമിനിയം ആയിട്ടുള്ള ലൈനും പോകുന്നുണ്ട്. ആ AC വെൻ്റ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ള അത്യാവശ്യം നല്ല ഒരു പുതിയ ഡിസൈൻ ലാംഗ്വേജിൻ്റെ ഭാഗമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കണ്ടിന്യൂഷൻ പോലെ ഇപ്പുറത്തെ ഒരു AC യൂണിറ്റും അങ്ങനെ ഒരു കംപ്ലീറ്റ്ലി ഒരു ഡിസൈനിൻ്റെ ഭാഗത്ത് ഒരിക്കലും പുറകോട്ട് പോകാതെ മുന്നോട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് ഹ്യുണ്ടായി ഇതിനെ ക്രെറ്റനെ അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു IRVM ഒരു മാനുവൽ ആയിട്ടുള്ള IRVM ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഒരു പിന്നെ ടിക്കറ്റ് ഹോൾഡർ മാത്രമേ വരുന്നുള്ളൂ സൺവൈസറിൽ. ഇവിടെ നമുക്കൊരു വലിയൊരു മിറർ യൂണിറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്കൊരു സ്പ്രിംഗ് ലോഡ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. സീറ്റുകളുടെ കാര്യം പറയുന്ന സമയത്ത് നമുക്ക് ഡ്യുവൽ ടോൺ ആയിട്ടുള്ള ഒരു സീറ്റിൻ്റെ പാറ്റേൺസ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് കുറേ സ്റ്റിച്ചിങ് വർക്കൊക്കെ അത്യാവശ്യം നല്ല പ്രീമിയം ആയിട്ടുള്ള രീതി തന്നെ കൊടുത്തിട്ടുള്ളത്. കാരണം ഇവിടെ ഒരു ചെറിയൊരു ഡിസൈൻ പാറ്റേൺ ഒക്കെ അവർ ഫോളോ ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് സൈഡിലുള്ള ഒരു കുഷനിങ് അത്യാവശ്യം നല്ല സപ്പോർട്ട് തന്നെ ഇവിടേക്ക് ഇരിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. കാരണം ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്ന സമയത്ത് അത്യാവശ്യം നമുക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള രീതി തന്നെ അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഡ്രൈവർ സീറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഡ്രൈവർ സീറ്റ് വരുന്നുണ്ട്. ബേസ് മോഡൽ ആയിട്ടുള്ള അങ്ങനത്തെ ഒരുപാട് വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ക്രെറ്റയുടെ ബേസ് മോഡൽ കിട്ടുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ടത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഡ്രൈവർ സൈഡ് അല്ലെങ്കിൽ ഡാഷ്ബോർഡത്തെ കാര്യങ്ങളെന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് ഹ്യുണ്ടായി ക്രെറ്റ ബേസ് മോഡലിൻ്റെ വിശേഷങ്ങളെന്ന് പറയുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇന്ന് ഈ വാഹനം റിവ്യൂ ചെയ്യാൻ തന്നിട്ടുള്ളത് പെരിന്തൽമണ്ണയുള്ള പോപ്പുലർ ഹ്യുണ്ടായി ഗ്രൂപ്പാണ്. സോ ബുക്കിംഗ്സിനും എൻക്വയറീസിനും എല്ലാം തന്നെ തീർച്ചയായിട്ടും അവരെ കോൺടാക്ട് ചെയ്യുക. അവരെ കോൺടാക്ട് ചെയ്യുന്ന നമ്പറും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ അവരെ കോൺടാക്ട് ചെയ്യുക. പിന്നെ ഈ ക്രെറ്റ എന്നുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്ക്, അല്ലെങ്കിൽ ക്രെറ്റ എന്നുള്ളൊരു പ്രൊഡക്റ്റ് ഇതുവരെ ഉപയോഗിച്ചതിന് ശേഷമുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്നുള്ളതും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ക്രെറ്റ ബുക്ക് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ അവരും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ചെയ്തിട്ടുള്ള അഡീഷണൽ ആയിട്ടുള്ള ആക്സസറീസ് എന്തൊക്കെയാണെന്നുള്ളതെ പറ്റിയൊക്കെ നമുക്ക് താഴെ ഡിസ്കസ് ചെയ്യാം. സോ അടുത്തൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങൾ കാണുന്നവരെ എല്ലാവർക്കും ബൈ.